We don't treat BJP as undisciplined. യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അങ്ങ് ഊന്നിവെക്കുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ശത്രുപക്ഷത്ത് നിർത്താനോ അവരെ ഭീകരപ്രസ്ഥാനമായി കരുതാനോ സഭ ആഗ്രഹിക്കുന്നുമില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആദരിക്കാൻ ഉത്തരവാദിത്വമുള്ള പൗരന്മാരെന്ന നിലയിൽ നമുക്കും കടമയുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ അമരക്കാരൻ, മലയോര കർഷകൻ്റെ വേദന തിരിച്ചറിഞ്ഞ ആത്മീയ പിതാവ്. അതെ, ഞാനിന്ന് സംസാരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെ കുറിച്ചാണ്. ക്രൈസ്തവർക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാമോ എന്ന ചോദ്യവുമായാണ് ഇന്ന് നമ്മോടൊപ്പം പിതാവായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിതാവിനോട് ആദ്യമായി തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരു പ്രമുഖ മാധ്യമങ്ങൾക്ക് തന്നെ കൊടുത്ത ഒരു ആൻസറാണ്. നമ്മുടെ വരും കാലങ്ങളിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉയർന്നു വരാതിരിക്കുന്നത് അതൊരു ശോചനകരമായ അവസ്ഥ തന്നെയാണ്. പിതാവെ, ആ ഒരു വിഷയത്തിൽ പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് അരാഷ്ട്രീയവാദം അത് ജനാധിപത്യത്തിന് ഗുണകരമാവില്ല. ക്രൈസ്തവ നേതൃത്വം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നില്ല. ഗുണപരമായ നേതൃത്വം നൽകാൻ കഴിവുള്ള രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് രൂപപ്പെടുന്നില്ല എന്നുള്ളത് നാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിൻ്റെ കാരണം പലപ്പോഴും നമുക്കറിയാം. ഈ രാഷ്ട്രീയം എന്നത് നല്ല കുടുംബത്തിൽ പിറന്നവരും ജീവിതത്തെ ഗൗരവമായി എടുക്കുന്നവർക്കും പറ്റിയ ഒരു വേദിയല്ല എന്ന ഒരു പൊതുബോധം രൂപപ്പെട്ടിട്ടുണ്ട്. ആ പൊതുബോധം നമ്മൾ തിരുത്തേണ്ടതാണ്. കാരണം നമ്മുടെ ഭാവിയെ സംബന്ധിക്കുന്ന എല്ലാ സുപ്രധാന തീരുമാനങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ എടുക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ആ രാഷ്ട്രീയ നേതൃത്വത്തിൽ നമുക്ക് അർഹമായ പങ്കാളിത്തവും പ്രാതിനിധ്യവും ലഭിക്കണമെങ്കിൽ അതിന് തക്ക നേതൃഗുണമുള്ളവരെ വളർത്തിയെടുക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭ കലാലയ രാഷ്ട്രീയത്തോട് കുറേയൊക്കെ വിയോജിപ്പ് ചില മേഖലകളിൽ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്ത് സമരവും കലാപവുമായി നടന്നാൽ പോരാ, പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് സഭ അപ്രകാരം ചെയ്തത്. പക്ഷേ അത് ഗുണപരമായ ഒരു തീരുമാനമായിരുന്നപ്പോൾ പോലും അതിൻ്റെ ഇങ്ങനെയൊരു പാർശ്വഫലമുണ്ടാകുന്നു എന്നുള്ളത് നാം വൈകിയാണെങ്കിലും തിരിച്ചറിയുന്ന സത്യമാണ്. ആ സത്യത്തിന് ആനുപാതികമായ തിരുത്തലുകൾ നമ്മുടെ നയങ്ങളിൽ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വി ഡോണ്ട് ട്രീറ്റ് BJP as undisciplined. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സഭയ്ക്കുള്ള നിലപാട് എന്താണ്? നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒരു BJP-ക്കാരൻ ക്രിസ്ത്യാനി BJP-യിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ ക്രിസംഗി എന്ന് വിളിച്ച് കളിയാക്കുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അങ്ങ് ഊന്നിവെക്കുന്നത്? ആരും സഭയ്ക്ക് അസ്പൃശ്യരല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ നിലപാട്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗമാകാൻ സഭ താല്പര്യപ്പെടുന്ന വിഷയമല്ല. ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വക്താവാകാൻ സഭയ്ക്ക് താല്പര്യമില്ല. അത് ഇടതുപക്ഷമായിക്കോട്ടെ, വലതുപക്ഷമാകട്ടെ, തീവ്ര വലതുപക്ഷമാകട്ടെ, ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ സഭ ഒരു കാലത്തും താല്പര്യപ്പെട്ടിരുന്നില്ല. ആ നിലപാടിൽ സഭയ്ക്ക് മാറ്റവുമില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ശത്രുപക്ഷത്ത് നിർത്താനോ അവരെ ഭീകരപ്രസ്ഥാനമായി കരുതാനോ സഭ ആഗ്രഹിക്കുന്നുമില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആദരിക്കാൻ ഉത്തരവാദിത്വമുള്ള പൗരന്മാരെന്ന നിലയിൽ നമുക്കും കടമയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇവിടെ BJP-യെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ വളരെ ഭാവാത്മകമായ പല ഇടപെടലുകളും സഭയും BJP-യും തമ്മിലുണ്ട് എന്നുള്ള ചിന്തകൾ പല കോണുകളിൽ നിന്ന് ശക്തിപ്പെടുന്നുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ നല്ല രീതിയിൽ ഇടപെടുന്നതിനെ സഭ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ കാണുന്നുള്ളൂ.
പക്ഷേ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം സഭ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിഷണറിമാർ കടന്നു പോകുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിൽ പലതിലും ഈ സംഘപരിവാർ ഭാഗത്തു നിന്നുള്ള സംഘടനകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രസ്തുത പ്രശ്നങ്ങൾ കൂടി അഭിസംബോധന ചെയ്യപ്പെടാതെ ഇത്തരം വിഷയങ്ങളിൽ സഭയ്ക്ക് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുക ദുഷ്കരമാണ് എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയം. പിതാവെ, കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയ കത്തോലിക്കൻ്റെ ശബ്ദം പൊളിറ്റിക്സിൽ കേൾക്കാതെ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പം മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിലൂടെ എന്തെങ്കിലും പൊളിറ്റിക്സിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സഭ ആഗ്രഹിക്കുന്നുണ്ടോ? കത്തോലിക്ക കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല നമ്മൾ കരുതുന്നത്. കത്തോലിക്ക കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. മറിച്ച് ഈ സമുദായത്തിൻ്റെ ശബ്ദം ഉത്തരവാദപ്പെട്ടവരുടെ പക്കൽ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം. അതവർ പൂർവാധികം ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളതിൽ സഭയ്ക്ക് സന്തോഷമേ ഉള്ളൂ. ഈ കത്തോലിക്ക കോൺഗ്രസ് ഒരു സമുദായത്തിൻ്റെ ശബ്ദമായി ആ സമുദായത്തിൻ്റെ കൂട്ടായ്മയും ഭദ്രതയും ഉറപ്പുവരുത്തുക, ആ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ചാലക ശക്തിയായി വർത്തിക്കുക, അതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ സ്ഥാപിത ലക്ഷ്യം എന്ന് നമുക്കറിയാം. അത് സമൂഹത്തിൽ ഏതെങ്കിലും അന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിലപേശൽ ശക്തിയായി നിൽക്കുക എന്നുള്ളതല്ല കത്തോലിക്ക കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അങ്ങനെയായാൽ മറ്റ് സമുദായ സംഘടനകളിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസ്സിന് വ്യത്യാസമില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. എന്നാൽ നാം ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിൽ നീതിയും സത്യവും നടപ്പിലാകുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി എല്ലാ സമുദായത്തിൻ്റെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കത്തോലിക്ക സമുദായത്തിന് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഗുണപരമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന ദൗത്യമാണ് കത്തോലിക്ക കോൺഗ്രസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായി അതിനെ മാറ്റാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടാനോ കത്തോലിക്ക കോൺഗ്രസ് മുൻകൈയെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവരുടെ നിലപാട് എപ്പോഴും ഈ സമുദായത്തിൻ്റെ ശബ്ദം പൊതുബോധത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവസാനമായി അങ്ങ് അഭിപ്രായം തേടാനുള്ളത്, നമ്മുടെ കത്തോലിക്ക യുവജനങ്ങളെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സഭ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ ചെലുത്തുന്നത്? യുവജനങ്ങളെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ആരെങ്കിലും ബലമായി കൂട്ടിക്കൊണ്ടുവന്നാൽ യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താനോ അവരുടെ സർഗശേഷിയെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്താനോ സാധിക്കണമെന്നില്ല. യുവജനങ്ങൾ ഉത്തമ പൗരന്മാരായി വളരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സഭ ചെയ്യുന്നത്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും ഇപ്രകാരം ഉത്തമ പൗരന്മാരെ രൂപീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും പരിശീലന പദ്ധതികളുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം പൗരബോധം രൂപീകരിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ആഭിമുഖ്യമുണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റിയെടുക്കുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു വഴിയും ഇല്ലാത്തവരുടെ വഴിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ തിരുത്തുക. ഇതൊക്കെയും സഭയ്ക്ക് യുവജനങ്ങളുടെ ഇടയിൽ നടത്താവുന്ന ബോധവൽക്കരണത്തിൻ്റെ തലങ്ങളാണ്. അതുപോലെ തന്നെ നേതൃഗുണമുള്ള യുവജനങ്ങളെ തിരഞ്ഞെടുത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ അവർ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് വഴിയൊരുക്കുക. അപ്രകാരം ഉയർന്നു വരുന്ന യുവജന നേതാക്കളെ പിന്തുണയ്ക്കുക.
ഇതൊക്കെയും സഭയ്ക്ക് ക്രിയാത്മകമായി ഈ മേഖലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. താങ്ക് യു പിതാവെ. ഒരു കത്തോലിക്കൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാമോ എന്ന ആ ചോദ്യത്തിന് ആയിരുന്നു പിതാവിൻ്റെ ഉത്തരം. ഷെക്കിന പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിൽ പിതാവിന് നന്ദി പറയാം. താങ്ക് യു.